ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി തമിഴ്നാട് സ്പെഷ്യൽ ആയിട്ടുള്ള പാൽപ്പൊങ്കലാണ്. കേരളത്തിൽ ഓണം പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന ആഘോഷവും. ജനുവരിയിലാണ് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുന്നത്. ഇപ്പോഴേ പൊങ്കലിങ്ങ് എത്താറായി. പൊങ്കലിനോടനുബന്ധിച്ച് ഇവിടെയുള്ളവർ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമായിട്ടുള്ളതുമായ വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് പാൽപ്പൊങ്കൽ. പാൽപ്പൊങ്കൽ കൂടാതെ തന്നെ വെൺപൊങ്കൽ, ചക്കരപ്പൊങ്കൽ ഇവയെല്ലാം ഇവിടെയുള്ളവർ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. അപ്പോൾ നമുക്ക് നല്ല രുചികരമായിട്ടുള്ള പാൽപ്പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് നീക്കി വെക്കാം. ഇനി കുറച്ചുകൂടെ നെയ്യുണ്ട്. ആ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ വറുത്തെടുക്കാം. നമുക്ക് നീക്കി വെക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിൽ നമുക്കിതാ കഴുകി വെച്ചിരിക്കുന്ന പച്ചരിയാണ് ഇതിന് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ബോയിൽഡ് റൈസ് എടുക്കണമെങ്കിൽ അതാവാട്ടോ. അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ വേണം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുക്കാൻ കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് വറുത്തെടുക്കരുത്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്ന വരയ്ക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിതാ അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യാം കേട്ടോ. കുക്കറിലാകുമ്പോൾ വളരെ ഈസിയാണ്. ഇത് വളരെ കുറച്ചുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാൻ പാനിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യാം. ഒരു 4 വിസിൽ മതിയാവും. ഈ ഒരു പരുവം വരുമ്പോൾ നന്നായിട്ട് വെന്ത് കുറുകി വരണം. ഈ ഒരു പരുവം വരുമ്പോൾ നമുക്കിതാ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുക്കറിൽ ചെയ്യുമ്പോൾ അരി നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. ഇത് ഏലക്കായ പൊടിച്ചതാണ്. ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടിച്ചോ പൊടിക്കാതെയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവം വരണം കേട്ടോ. നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ട് വെന്ത് കുറുകി വരണം. ഇതാണ് പാൽപ്പൊങ്കൽ. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാൽപ്പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടിയും അല്ലാതെയും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം കേട്ടോ. പാൽപ്പൊങ്കൽ, പൊങ്കൽ സ്പെഷ്യൽ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ടേസ്റ്റ് ഉണ്ടോ? ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിന്റെ ഇന്നത്തെ താരങ്ങളെല്ലാം എന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് ക്രിസ്തുമസ് ഫ്രൂട്ട് കേക്ക് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ്, കോണത്തുകുന്ന്, തൃശൂർ. താങ്ക് യു ജിഷ്മ. അടുത്തത് ക്രിസ്തുമസ് ഫ്രൂട്ട് കേക്ക് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സിന്ധു രാജേഷ്, ആലുവ, എറണാകുളം. താങ്ക് യു സിന്ധു. അടുത്തത് നോ ബേക്ക് സ്വിസ് റോൾ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ആര്യ സുദർശൻ, ഇരിങ്ങാലക്കുട, തൃശൂർ. താങ്ക് യു ആര്യ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ,
ബൈ. താങ്ക് യു.